എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓവനൊന്നും ഇല്ലാണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കേക്കാണ്. തിരക്കിട്ടിട്ട് രാത്രി സമയത്ത് ഉണ്ടാക്കിയ കേക്കാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. കുറേ മുമ്പ് ഞാൻ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അവൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഡെക്കറേഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇന്ന് ചെയ്തത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി കണ്ടു നോക്കുക, ട്രൈ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. ആദ്യം നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രത്തിൽ ലേശം ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്നിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഹോം മെയ്ഡ് ബട്ടർ പേപ്പറിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അതുപോലെ എപ്പോഴും പറയുന്ന പോലെ പറയാണ്, ഓവറായിട്ട് ഓയിൽ തടവരുത്, കേക്ക് മൊരിഞ്ഞു കേട്ടോ സൈഡൊക്കെ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി, നിങ്ങൾക്ക് ഏത് ഇഷ്ടമെന്ന് വെച്ചാൽ അത് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മൈദയിലാണ് ചെയ്തത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഗോതമ്പിൽ ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ് ഈ ഒരു റെസിപ്പി. അപ്പോൾ ഇതാ 1.5 കപ്പ് എടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ മൈദ നമ്മളെടുത്ത് മാറ്റുക കേട്ടോ. എന്നിട്ട് അതിന് പകരം കൊക്കോ പൗഡർ മിക്സ് ചെയ്യുകയാണ് ഞാൻ ചെയ്യാറ്. ഇപ്പോൾ ഇതാ നമ്മൾ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആ മൈദയ്ക്ക് പകരം ചേർത്തിട്ട് പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുകയാണേ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് 1-2 പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് അരിച്ചെടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇനി ഒട്ടും വെള്ളമില്ലാത്ത ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിൽ മിക്സി നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സി എടുത്തിട്ട് ഇതുപോലെ മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഞാൻ മിക്സി വെച്ചിട്ട് ഈ ഒരു സെയിം റെസിപ്പി ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മിക്സി ആയാലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മിക്സി ആണെങ്കിലും ഒന്ന് തിരിച്ച ശേഷം പിന്നെ വാനില എസൻസും കൂടെ ചേർത്തിട്ട് തിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ. മിക്സി ആണെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കുന്നുള്ള ഒരു വ്യത്യാസമുള്ളൂ. പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര 1 കപ്പ് കുറേശ്ശെയായിട്ട് ചേർക്കണം. ഒന്നിച്ച് ചേർക്കരുത്, കുറച്ച് ചേർക്കുക, പിന്നെ അടിക്കുക, പിന്നെ ചേർക്കുക. അതുപോലെ മിക്സിയിലാണെങ്കിൽ കേട്ടോ. അപ്പോൾ എല്ലാം ഒരേ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാനാണ്. പിന്നെ അതുപോലെ 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിക്കുക. അപ്പോൾ പഞ്ചസാര ആദ്യം ഫുള്ളും നന്നായിട്ട് മെൽറ്റായ ശേഷം, നന്നായിട്ട് പതഞ്ഞ ശേഷം നമ്മൾ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ആ ഒരു ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് അടിക്കരുത്, ജസ്റ്റ് ഒന്ന് തിരിക്കാനേ പാടുള്ളൂ. പിന്നെ നമുക്ക് ആ ഒരു ഫ്ലോറില്ലേ നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചത്, അത് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഓവർ മിക്സ് ആവണ്ട, അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് പതുക്കെ ഒന്ന് മിക്സ് ആവുന്നതിനനുസരിച്ചിട്ട് ഫ്ലോർ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ളും മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ടൈറ്റായി വരുമ്പോൾ നമുക്ക് ഒരു 1/4 കപ്പ് പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കുറേശ്ശെയായിട്ട് ഇടയ്ക്കൂടെ ചേർത്ത് കൊടുക്കാം. പാല് കുറച്ച് ചേർക്കുക, പിന്നെ ഫ്ലോർ ഇടുക, അതേ രീതിയിൽ കേട്ടോ. ഇത് ഫുള്ളൊന്ന് മിക്സായി വരുമ്പോൾ നമുക്ക് ബാക്കി കുറച്ചുകൂടെ പണിയുണ്ട്. ഈ ഒരു സമയത്ത് കേക്ക് ഉണ്ടാക്കാനുള്ള പാത്രം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ചൂടാക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും അത് റെഡിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കണം. അപ്പക്കാരം അല്ലെങ്കിൽ സോഡാപ്പൊടി എന്ന് അറിയില്ലേ, അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഓവർ മിക്സ് ആവരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് കേക്കിൻ്റെ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം അല്ലേ. ശരിയായിട്ടുണ്ട് ഏകദേശം. ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഒരു സ്ക്വയർ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് എൻ്റെ ചീനച്ചട്ടി അവിടെ ചൂടായിട്ട് കിടക്കുന്നുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റ് മുകളിൽ വയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. മൂടി നന്നായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കുമല്ലോ. ഇനി ആദ്യത്തെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ ഒരു 30-35 മിനിറ്റ് ബേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു 30 മിനിറ്റിന് മുമ്പ് എന്തായാലും ആവില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം തുറന്ന് നോക്കുക. ആയിട്ടില്ലെങ്കിൽ 5 മിനിറ്റ് കൂടി വയ്ക്കുക. അങ്ങനെ ചെയ്താൽ മതി. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ 3 പീസായിട്ടാണ് ഞാൻ സ്ലൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് സ്ലൈസ് ചെയ്ത് മാറ്റിയിട്ട് നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം.
ഞാൻ ഫിയോനയുടെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കാറ് കേട്ടോ. അപ്പോൾ മിക്സിയിൽ വേണമെങ്കിൽ മിക്സിയിൽ ചെയ്യാം, നല്ല ക്രീമാണെങ്കിൽ ബീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ഐസ് ഇട്ടിട്ടുള്ള പാത്രത്തിലേക്ക് ഞാൻ ഇറക്കി വയ്ക്കുന്നുണ്ട്. ഈ ബൗളൊക്കെ നന്നായിട്ട് തണുപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് തണുപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഐസുള്ള പാത്രത്തിൽ വെച്ചത് കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അപ്പോൾ ഒരു 5-6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇടയിൽ ചേർത്ത് കൊടുത്താൽ മതി. ലേശം വാനില എസൻസും, അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. മിക്സിയിൽ ചെയ്യുമ്പോൾ മിക്സിയുടെ ജാറ് നന്നായിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് വേണം ക്രീം ബീറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ബീറ്റായിട്ട് കിട്ടില്ല. കുറച്ച് ക്രീമിൽ ഞാൻ കൊക്കോ പൗഡർ ചേർത്തൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി. കൊക്കോ പൗഡറിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി വേണമെന്ന് വെച്ചാൽ. ഇനി ഞാൻ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാ കേക്കിൻ്റെ ആദ്യത്തെ ലെയർ വെച്ചു. പിന്നെ പഞ്ചസാരയും വെള്ളവും കൂടിയിട്ടുള്ള നമ്മുടെ ഷുഗർ സിറപ്പില്ലേ, അത് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളമൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മതിയെങ്കിൽ കുറച്ച് എടുക്കുക. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുക. ചൂടാറുമ്പോൾ നമുക്കിതുപോലെ അപ്ലൈ ചെയ്യാം. തിളപ്പിച്ച് വറ്റിക്കൊന്നും വേണ്ട, തിളച്ചാൽ ഒന്ന് മെൽറ്റായാൽ മാത്രം മതി. ഇനി നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ക്രീമൊക്കെ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. ഇതുപോലെ എല്ലാ ലെയറും ചെയ്തെടുക്കുക. അപ്പോൾ ചെറിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 3 ഫ്ലവർ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് എൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടും കൂടെ കൊടുത്തിട്ട് നമ്മുടെ പരിപാടി തീർക്കണം കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് ചെയ്തത്. അപ്പോൾ ചോക്കോ ചിപ്സ് കുറച്ചിങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കുകയും കൂടി ചെയ്തു. അപ്പോൾ ഇതുപോലെ ചോക്കോ ചിപ്സും കൂടെ വെച്ചിട്ട് ഞാൻ ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്യാണ്. പിന്നെ കട്ട് ചെയ്ത് കാണിക്കുന്നില്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് മോളുടെ ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ അതുകൊണ്ടാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ക്രാഫ്റ്റ് ഇടാത്തതിനാരും പിണങ്ങണ്ട, എന്തോ അറിയില്ല, ഇപ്പോൾ അങ്ങോട്ട് ടൈം കിട്ടുന്നില്ല, അതുകൊണ്ടാണേ. അപ്പോൾ ഞാൻ നാളെ തന്നെ ഒരു ക്രാഫ്റ്റ് ആയിട്ട് വരാം. പിന്നെ പ്രാർത്ഥനാസ് വേൾഡും എല്ലാവരും കണ്ടു നോക്കണം കേട്ടോ. അതിൽ ഞാൻ ഒരുപാട് ടിപ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി. താങ്ക്